ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ കസിൻസ് വ്ലോഗ്. എല്ലാവർക്കും ഈദ് മുബാറക്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഈദ് വ്ലോഗാണ്. ഇതിൻ്റെ പിറ്റേ ദിവസമായിട്ടോ വരുന്നുണ്ടാവുക. നമ്മൾ രണ്ടാം പെരുന്നാക്കാവും വീടുണ്ടാവുക, പക്ഷേ ഇതൊരു ഈദ് വ്ലോഗാണ്. ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ദോശയും ചമ്മന്തി കേട്ടോ. അപ്പോൾ ഞാൻ മലപ്പുറത്ത് പോകുന്നതുകൊണ്ട് തന്നെ കുറച്ച് പാക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ പാക്കിങ്ങിന് ശേഷം ഞാൻ കുളിക്കാൻ വിചാരിച്ചു. അങ്ങനെ പാക്കിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ കുളിച്ച് വന്നിരിക്കുക കേട്ടോ. കുളിച്ച് വന്നപ്പോൾ പഴയ ഡ്രസ്സ് എടുത്ത് ഇപ്രാവശ്യത്തെ പെരുന്നാൾക്ക് ഞാൻ കുളിച്ചിട്ടുള്ള ആ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ നേരെ വന്നിട്ട് ഈ ഡ്രസ്സ് ഇട്ടു. പഴയ ഡ്രസ്സാണ് കേട്ടോ, നല്ല പഴയതായിരുന്നു. അങ്ങനെ ഞാൻ വെച്ചതിന് ശേഷം കുറച്ച് മേക്കപ്പ് ഇട്ടതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് തല കെട്ടാൻ മുടി കെട്ടാൻ മാത്രമേ ഉള്ളൂ. മുടിയൊക്കെ കെട്ടിയതിന് ശേഷം ഫസ്റ്റ് ശരിക്കും പായസം കുടിക്കുക. പക്ഷേ പ്രാവശ്യം പായസം ഉണ്ടാകാൻ കുറച്ച് വൈകി. ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞതിനൊക്കെ കഴിച്ചതിനൊക്കെ ശേഷമാണ് പായസം ഉണ്ടാക്കിയത് കേട്ടോ. അങ്ങനെ ഞാൻ പായസം കുടിച്ചിരിക്കുന്ന സമയത്തുണ്ട് ഞങ്ങളിന്ന് ഓർഡർ ചെയ്തിരിക്കുകയായിരുന്നു. സാധാരണ ഞങ്ങൾ ഓർഡർ ചെയ്യാറില്ല, പെരുന്നാൾ ദിവസം ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാറാണ്. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പുറത്തുനിന്ന് ഓർഡർ ചെയ്യാൻ വിചാരിച്ചിട്ട് ഇപ്രാവശ്യം അൽഫാം മന്തി ഓർഡർ ചെയ്യുക ചെയ്തത്. ഞങ്ങൾ ചില സമയത്ത് അൽഫാം മന്തി അല്ല മന്തി ഉണ്ടാക്കാറാണ്, അല്ലെങ്കിൽ കബ്സ അങ്ങനെയൊക്കെ വീട്ടിലുണ്ടാക്കാറാണ് പതിവ്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ പുറത്തുനിന്ന് മേടിക്കുക ചെയ്തിട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പെരുന്നാൾ ദിവസം കുറച്ച് നേരത്തെ കഴിക്കണം എന്നാണല്ലോ ഞങ്ങൾ കഴിക്കാറുണ്ട്. ഒരു 11:30-12 മണിയാകുമ്പോൾ നമ്മൾ കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വന്ന സമയത്ത് ഉമ്മ കുളിക്കായിരുന്നു, അതുകൊണ്ട് ഞാൻ വേഗം സെറ്റാക്കി വെച്ചു. പിന്നെ അമ്മ അപ്പോഴത്തേക്കും വന്നതിന് ശേഷം ഞങ്ങൾ കഴിക്കായിരുന്നു. അപ്പോൾ പിന്നെ പായസം കുറച്ച് വെച്ചിട്ടുള്ളൂ, കാരണം ചൂടാറിയിട്ട് കുടിക്കാൻ വെച്ചു. പിന്നെ ഞങ്ങൾ നേരത്തെ ലഞ്ചിന് മുമ്പ് ഞങ്ങളൊരു ഗ്ലാസ് പായസം കുടിക്കും, എന്നിട്ട് ലഞ്ച് കഴിക്കുക കേട്ടോ. ഇതിൽ കുറേ ചോറിട്ടുണ്ട്. അപ്പോൾ ലഞ്ച് അപ്പോൾ അത് ഞങ്ങൾ അതിന് ശേഷം അപ്പം തന്നെ കുടിക്കില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കുക കേട്ടോ. അങ്ങനെ ലഞ്ച് പിന്നെ പറയാമല്ലോ, ഞങ്ങൾ മേടിക്കാറുണ്ടെങ്കിൽ അതിൽ ആർക്കുന്ന മേടിക്കാറ് കേട്ടോ. അങ്ങനെയുള്ള മന്തിയാണ്. അങ്ങനെ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. ഒരു 5:45-6 മണിയായ സമയത്ത് അങ്ങനെ അവരോടെ കുറത്താൻ പറഞ്ഞ വെച്ചാൽ ഞാനൊരു 6:30-6:45 സമയത്ത് വരോട്ടേക്ക് പോകുന്നു കേട്ടോ. പിന്നെ എന്തായാലും ഒറ്റപ്പാലത്ത് പോകല്ലേ, ഞങ്ങൾ മായനൂരൊന്ന് പോയിട്ട് വരാൻ വിചാരിച്ചു. മഞ്ഞൂർ പാലത്ത് കൂടെ ഒന്ന് ക്രോസ് ചെയ്ത് വന്നു കേട്ടോ. പിന്നെ പറയുകയാണെങ്കിൽ ഒന്ന് തൃശ്ശൂർ ജില്ല കയറി വന്നു, കാരണം ഞങ്ങൾ മാഞ്ഞൂർ കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് പോയി. അങ്ങനെ പോയിട്ട് അങ്ങനെ വന്നു കേട്ടോ. അതുകൊണ്ട് വേണമെങ്കിൽ നമ്മൾ തൃശ്ശൂർ പോയി വന്നു പറയാം അല്ലേ. അതെ, നമ്മൾ തൃശ്ശൂർ പോയി വന്നു. തൃശ്ശൂർ സെൻറ്റർ ഒന്നും പറയാനില്ല, വെറുതെ ആ ഒരു ബോർഡർ കഴിഞ്ഞു തൃശ്ശൂർ ജില്ല എത്തി. നമ്മൾ അങ്ങനെ കഴിഞ്ഞതിന് ശേഷം വരോടെത്തിയപ്പോൾ എന്താ ഗൈസ്, അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം, ചിക്കൻ ബിരിയാണി ഞങ്ങൾ തിന്നതിന് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. തിന്ന് കഴിഞ്ഞപ്പോഴൊക്കെ ഓർമ്മ അയ്യോ വീഡിയോ എടുത്തില്ല വിചാരിച്ചു. അപ്പോൾ കുറച്ച് നാൾ എടുത്തു. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, പിന്നെ തത്തമ്മ ഉണ്ടാക്കിയ നാരങ്ങച്ചാറ്, പിന്നെ സാലഡ്, പിന്നെ പുളിയഞ്ചി തത്തമ്മ ഉണ്ടാക്കിയത് കേട്ടോ. അതിപ്പോൾ കഴിയും. പിന്നെ കുറച്ച് മെറിൻ്റെ അടുത്ത് കുടിച്ചു. പിന്നെ ഐസ്ക്രീം ഒന്നും കേട്ടോ, അതിപ്പോൾ കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെ അത് കഴിച്ചു. അങ്ങനെ ഐസ്ക്രീമൊക്കെ തിന്നതിന് ശേഷമാണ് പിന്നെ ഓർമ്മ വന്ന ഒരു ഫോൺ സ്റ്റാൻഡ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫോൺ സ്റ്റാൻഡൊക്കെ അൺബോക്സ് ചെയ്തു. അങ്ങനെ നമ്മൾ ഈദ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ.